തൂക്കിയിട്ടിട്ട് അതിന് തൊട്ടുമുത്താണ്. എന്തിനും ബിംബത്തിന് സാദൃശ്യപ്പെട്ടതായതുകൊണ്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ തൂണിനെ ഒരു വലതു ഭാഗത്തുക്കോ ഇടതു ഭാഗത്തുക്കോ ആക്കിയിട്ട് നിൽക്കുന്ന കാല്, ഒരു മൃഗത്തിന്റെ മേനി, മനുഷ്യന്റെ തല, ഇങ്ങനൊക്കെ കൂട്ടിയതാണെങ്കിൽ പോലും പറ്റൂല എന്നാണ്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാം അതിന് ജീവൻ കൊടുക്കേണ്ടി വരും, അങ്ങനല്ലേ? ജീവൻ കൊടുക്കേണ്ടി വരും. അത് ഹക്കീക്കത്താണ്. അത് പഴമക്കാര് വെറുതെ പറയണൊക്കെ നിങ്ങൾക്ക് കാണാം. ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഈ ചിത്രങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി പെരുന്നാളിന്റെ മറ്റൊരു സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കുക. ഏറ്റവും മികച്ച പുതിയത് തന്നെ ധരിക്കണം എന്നില്ല. പുതിയത് ധരിക്കുകയാണെങ്കിൽ പുതിയത് ധരിക്കലാണ് ഏറ്റവും ഉത്തമം. പുതിയത് ധരിക്കുമ്പോൾ മഹാന്മാര് പഠിപ്പിച്ചൊരു കാര്യം കൂടിയും പറയാം, അത് തിരുമ്പാതെ അലക്കാതെ ധരിക്കലാണ് ഉത്തമം. പുതിയത് ധരിക്കുമ്പോൾ അത് അലക്കിക്കാണ്ട് ഇസ്തിരിട്ടാണ്ട് ധരിക്കലല്ല ഉത്തമം. പുതിയത് അലക്കാതെ ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാര് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. അപ്പൊ പുതിയ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം അന്ന് ധരിക്കേണ്ടത്. വസ്ത്രം എന്ന് പറയുമ്പോൾ ഔറത്ത് മറയുന്നതിനാണ് വസ്ത്രം എന്ന് പറയാം. അത് നമ്മള് ഈ ചെറിയ കുട്ടികൾക്ക് തന്നെ വസ്ത്രം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. 3 വയസ്സ് മുതൽക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ എടുത്തുകൊണ്ടിരിക്കണം. ഇത് ചെറിയ കുട്ടിയാവുമ്പോൾ അവർക്ക് കയ്യിന്റെ ഇവിടെ വരെയുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കും. പിന്നെ ഇങ്ങനെ വലുതായി 6 വയസ്സായാലും അതന്നെ, 8 വയസ്സായാലും അതന്നെ. ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ശരിക്കും അവരെ വസ്ത്രം ധരിപ്പിക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചോലെ ശീലാക്കണം. അതാ വേണ്ടത്. അങ്ങനെ ശീലിപ്പിക്കണം. അപ്പൊ നല്ല വസ്ത്രം ധരിക്കണം. വസ്ത്രം എടുക്കുമ്പോ ഈ ചെറിയ കുഞ്ഞു മക്കൾക്ക് എടുക്കുന്ന ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം ചെറിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഈ ചിത്രങ്ങളിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്കറിയാലോ. മുത്തുനബി തങ്ങൾ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് അകത്തേക്ക് പ്രവേശിക്കണില്ല, ഒരു ദിവസം അകത്തേക്ക് കിടക്കണില്ല. അപ്പൊ എന്താണ്, ആയിഷുമ്മ ബീവി റളിയല്ലാഹു അൻഹ ഒരു നല്ലൊരു തലയിണമേ, നല്ല കൊത്തുപണിയൊക്കെ ഉള്ള ഒരു നല്ല ചിത്രമുള്ള ഒരു തലയിണ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിമ നല്ലൊരു ചിത്രമുണ്ട്. ആ ചിത്രം കണ്ടിട്ടാണ് തങ്ങൾ ഉള്ളിലേക്ക് കടക്കാത്തത്. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നത്. എന്നിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, രൂപങ്ങളുള്ള വീടുകളിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് കടക്കൂലാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ. ഇപ്പോ അതിനൊരു പുതിയൊരു വേർഷൻ പറയുകയാണെങ്കിൽ, കയ്യേകാൻ പോണോടത്തുണ്ടാവും ഒരു സാധനം തൂക്കിയിട്ടുണ്ട്. മീനിന്റെ രൂപമാണ് അതിനുണ്ടാവുക. കണ്ടില്ലേ നിങ്ങള്? മീനിന്റെ രൂപം, അത് രൂപമാണ്. രൂപങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാം അതിന് ജീവൻ കൊടുക്കേണ്ടി വരും, അങ്ങനല്ലേ? ജീവൻ കൊടുക്കേണ്ടി വരും. അത് ഹക്കീക്കത്താണ്. അത് പഴമക്കാര് വെറുതെ പറയണല്ല. ജീവൻ കൊടുക്കാൻ വേണ്ടി നാളെ പടച്ചോൻ അവനോട് കൽപ്പിക്കുന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നല്ല ഒരു മജ്‌ലിസാണ്, കല്യാണത്തിന്റെ മജ്‌ലിസായാലും വേറെ എന്ത് മജ്‌ലിസായാലും അവിടെ തന്നെ തൂക്കിയിട്ടിട്ട് അതിന് തൊട്ടുമുത്താണ്. എന്തിനും ഇതെന്താ, ഒരു ജീവനങ്ങനെ തൊട്ടുമുത്തുന്നതല്ല അവന്റെ ലക്ഷ്യം ഒന്നതല്ല കേട്ടാ. എത്രത്തോളം പറഞ്ഞില്ലേ, നമ്മളൊരു തൂണിന്റെ മുന്നിൽ നിസ്കരിക്കുമ്പോ തൂണിന്റെ നേരെയായിട്ട് നിന്ന് നിസ്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ തൂണൊരു ബിംബത്തിന് സാദൃശ്യപ്പെട്ടതായതുകൊണ്ട് അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ തൂണിനെ ഒരു വലതു ഭാഗത്തുക്കോ ഇടതു ഭാഗത്തുക്കോ ആക്കിയിട്ട് നിൽക്കണം. ഇതിങ്ങനെ നിൽക്കുമ്പോ ഇവിടെ നിൽക്കണം. ഇങ്ങനെ നിൽക്കണ്ടേ? മറ വലതു ഭാഗത്താണ് ഉണ്ടാകാനാണ് ഏറ്റവും നല്ലത്. മറ വലതു ഭാഗത്താണ് ഉണ്ടാവണ്ടേ. മറ നേരെ മുന്നിലല്ല വേണ്ടേ, മറ വലതു ഭാഗത്താ വേണ്ടേ. അങ്ങനെ നിൽക്കണം എന്നാണ്. നേരെ മുന്നിലല്ല മറ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പം മറ ഒന്നും കിട്ടിയില്ലെങ്കിൽ വരക്കണം പറഞ്ഞില്ലേ? ആ വരക്കൽ ഇങ്ങനെ നേരെ മുന്നിലല്ല. അങ്ങനെ ചില ആൾക്കാർ മനസ്സിലായി, മുന്നിലല്ല സൈഡിൽ നിന്ന് ഇങ്ങനെ വരക്കണ്ടത്. എന്നിട്ട് അതിനൊപ്പിച്ച് നിൽക്കുകയാണ് വേണ്ടത്. വസ്തുവിന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായത് ഉണ്ടാവുക എന്നാ പറഞ്ഞതിനടക്കം. തല മാത്രം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. തല മാത്രം ഉണ്ടായ ജീവൻ നിലനിൽക്കൂലല്ലോ. അതിന് വ്യത്യസ്തമായ രൂപത്തിലുള്ളത്, ഒരു പക്ഷിന്റെ കാല്, ഒരു മൃഗത്തിന്റെ മേനി, മനുഷ്യന്റെ തല, ഇങ്ങനൊക്കെ കൂട്ടിയതാണെങ്കിൽ പോലും പറ്റൂല എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്.